ഒരുപാട് സന്തോഷത്തോടെയും ആർഭാടപൂർവമായി നടന്ന ഒരു വിവാഹം. പക്ഷേ ആ വിവാഹത്തിന്റെ ആയുസ് ഒറ്റ ദിവസമായിരുന്നു. വിവാഹത്തിന്റെ മാത്രമായിരുന്നില്ല, വധൂവരന്മാരുടെ ആയുസ്സും വിവാഹം കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചു. വിവാഹപ്പിറ്റെന്ന മുറിയിൽ കയറി വാതിലടച്ച വധൂവരന്മാർ പിന്നീട് ആ മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. ഒടുവിൽ ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 2 പേരുടെയും മൃതദേഹങ്ങളായിരുന്നു. 22-കാരിയായ ശിവാനിയെയും ഭർത്താവ് 25-കാരനായ പ്രദീപിനെയുമാണ് മണിയറയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശിവാനി കിടക്കയിൽ മരിച്ചു കിടക്കുന്ന നിലയിലും പ്രദീപ് സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു. ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം സംഭവത്തിന്റെ കാരണം കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് സംഭവം നടക്കുന്നത്. വിവാഹ ദിവസം അവരുടെ ആചാരപ്രകാരം വധുവിന്റെ വീട്ടിലായിരുന്നു 2 പേരും തങ്ങിയത്. പിറ്റേന്ന് രാവിലെയാണ് ഇരുവരും പ്രദീപിന്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസമായിരുന്നു വരന്റെ വീട്ടിലെ സൽക്കാരം നിശ്ചയിച്ചിരുന്നത്. അന്ന് വീട്ടിലെത്തിയ ശേഷവും 2 പേരും വളരെ സന്തോഷവാന്മാരായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുകയും ചെയ്തു. റിസപ്ഷനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച രാവിലെ വധുവും വരനും മണിയറയിൽ നിന്ന് പുറത്തേക്ക് വരാതെ വന്നതോടെ ബന്ധുക്കൾ വാതിലിൽ തട്ടി വിളിക്കുകയായിരുന്നു. എന്നാൽ ഏറെ നേരം തട്ടി വിളിച്ചിട്ടും തുറക്കാതെ വന്നതോടെയാണ് വാതിൽ തകർത്ത് ബന്ധുക്കൾ അകത്തു കടക്കുന്നത്. അപ്പോഴാണ് ഇരുവരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രദീപ് ജീവനൊടുക്കുകയായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തോളം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയ ഇവരുടെ ബന്ധത്തിന് വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത നിലയിലായിരുന്നു ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നത്. തുടർന്ന് പ്രദീപിന്റെ മൊബൈൽ ഫോൺ പരിശോധന നടത്തിയതോടെയാണ് പോലീസിന് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചത്. അന്ന് രാത്രി 11:45 പ്രദീപിന്റെ മൊബൈലിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം വന്നിരുന്നു. ശിവാനിയുടെ കാമുകൻ അയച്ചത് എന്ന നിലയിലായിരുന്നു വാട്സപ്പ് സന്ദേശമുണ്ടായിരുന്നത്. ഇതിന്റെ പേരിലായിരിക്കാം ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് ഈ സന്ദേശത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നതും പ്രദീപിന്റെ തന്നെ മറ്റൊരു മൊബൈലിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നത്. ഇതോടെയാണ് പോലീസും ബന്ധുക്കളും എല്ലാം ഞെട്ടിപ്പോകുന്നത്. ശിവാനിയുടെ മുൻ ബന്ധങ്ങളെക്കുറിച്ച് അറിയാനുള്ള ശ്രമമായിരിക്കാം പ്രദീപ് നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് ഇരുവരും തമ്മിലുള്ള വലിയ തർക്കത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.